മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കൊല്ലം ആവണീശ്വരത്ത് നിന്നും കാണാതായ 13-കാരിയെ കണ്ടെത്തി. താൻ മലപ്പുറം തിരൂരിലുണ്ടെന്ന് കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. കൊല്ലത്ത് നിന്നും കാണാതായ 13-കാരി ഫാത്തിമ സുഹൃത്തിനെ ഫോൺ വിളിച്ചിരുന്നതായി പോലീസ് അറിയിച്ചിരുന്നു. പെൺകുട്ടി തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. പെൺകുട്ടി ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ സംരക്ഷണയിലാണ് എന്ന കാര്യം കൂടി അറിയുന്നു. എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, എന്തിനാണ് ഈ കുട്ടി വീട്ടിൽ നിന്നും പോയത്? പിന്നീട് വീട്ടിൽ താൻ ഇവിടെ ഉണ്ട് എന്ന കാര്യം ആ കുട്ടി തന്നെ വിളിച്ചറിയിക്കുകയായിരുന്നല്ലോ. ഇക്കാര്യത്തിലൊക്കെ വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം 2:30 കൂടിയാണ് ഈ കുട്ടി വീട് വിട്ടിറങ്ങുന്നത്. വീട്ടില് ഈ കുട്ടിയുടെ അമ്മയുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ. ഇതിലുള്ള ഒരു മനോവിഷമത്തെ തുടർന്നാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയത്. ഈ കുട്ടിയെ ഏകദേശം ഒരു 6 മണി വരെ വീട്ടുകാർ പല സ്ഥലങ്ങളിലായി തിരച്ചിൽ നടത്തി, അന്വേഷണം നടത്തിയെങ്കിലും കുട്ടി വീട്ടിലേക്ക് മടങ്ങി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവർ പോലീസിൽ പരാതി നൽകുന്നത്. 6 മണിയോടുകൂടി കുന്നിക്കോട് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിവിധ സ്ഥലങ്ങളിലായി അന്വേഷണം വ്യാപകമാക്കുന്നു. അതുപോലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും അവർ പരിശോധന നടത്തി. പക്ഷെ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ ഈ പെൺകുട്ടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി സൂചന ലഭ്യമായത് ഇങ്ങനെയാണ്. അവിടെ എത്തുകയും ഒരു ആളുടെ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് വിവരം അറിയിക്കുകയും ചെയ്തു. താൻ വീട്ടിൽ തന്റെ ഒരു സുഹൃത്തിനെയാണ് ഈ കുട്ടി വിവരം അറിയിച്ചത്. ഇങ്ങനെ പോവുകയാണെന്നും വീട്ടിൽ വഴക്കുണ്ടായാണ് പോകുന്നതെന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. തുടർന്ന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ കുട്ടി ട്രെയിൻ കയറി പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. വീട്ടുകാർ പല തരത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ബന്ധുമിത്രാദികളുടെ സ്ഥലങ്ങളിലെല്ലാം ഈ കുട്ടി പോകാൻ ഇടയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഒരു സംഭവം വലിയ രീതിയിൽ വാർത്തയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് വലിയ രീതിയിൽ വാർത്തയായപ്പോഴാണ് ഇന്ന് പുലർച്ചെ ഈ കുട്ടി തന്നെ വീട്ടിലേക്ക് വിളിച്ചറിയിച്ചു. താൻ ഇങ്ങനെ മലപ്പുറം തിരൂരാണ് ഉള്ളത് എന്ന് അറിയിച്ചു. അത് വളരെ ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് വീട്ടുകാർക്ക് ലഭ്യമായത്. അത് ഈ കുട്ടിയോടൊപ്പം യാത്ര ചെയ്തിരുന്നവരുടെ ഫോൺ മേടിച്ചാണ് ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ചത്. അങ്ങനെ റെയിൽവേ പോലീസ് ഇടപെടുകയും കുട്ടിയെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഉള്ളതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. കുന്നിക്കോട് CA അടക്കുന്ന സംഘം ഇപ്പോൾ തിരൂരേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. എന്തായാലും കുട്ടിയെ തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കുന്നിക്കോട് നിന്നുള്ള പോലീസ് സംഘം തിരൂരേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്.